കർക്കിടകം 1 രാമായണ മാസം ആരംഭം. അപ്പോൾ കർക്കിടകം 1 തന്നെ അമ്മ എനിക്ക് കർക്കിടക കഞ്ഞി ഉണ്ടാക്കി തന്നിട്ടുണ്ട്. പണ്ട് കാലങ്ങളിൽ അമ്മയുടെ അമ്മ അമ്മയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാറുള്ളതാണ് ഇതുപോലെയുള്ള കർക്കിടക കഞ്ഞികളൊക്കെ. ഇന്ന് എനിക്ക് അമ്മയാണ് ഉണ്ടാക്കി തരുന്നത്. പണ്ട് കാലങ്ങളിൽ മുത്തശ്ശിമാരാണ് വീടുകളിൽ എപ്പോഴും ഇതുപോലുള്ള കഞ്ഞിയും മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാറുള്ളത്. എന്നാൽ ഇന്ന് എൻ്റെ അമ്മ എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഇത് അടിപൊളി ടേസ്റ്റാണ്. നല്ല ഔഷധ ഗുണമുള്ള ഒരു കഞ്ഞി തന്നെയാണ്. കർക്കിടക കഞ്ഞി, ഉലുവക്കഞ്ഞി, ഔഷധ കഞ്ഞി എന്ന പല പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ കർക്കിടക മാസങ്ങളിലാണ് ഇത് കൂടുതലായി ഉണ്ടാക്കി വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് സമയക്കുറവ് കൊണ്ട് തന്നെ പലരും നമ്മൾ കടയിൽ നിന്നാണ് മരുന്നും കാര്യങ്ങളൊക്കെ വാങ്ങി കഴിക്കാറുള്ളത്. എന്നാൽ കർക്കിടക മാസങ്ങളിൽ നമ്മൾ വീട്ടിൽ തന്നെ ഇതുപോലുള്ള ഔഷധ കഞ്ഞിയും മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ ശ്രമിക്കുക. പുറമേ നിന്ന് വാങ്ങിക്കുന്നത് എത്രത്തോളം നമുക്ക് ഗുണമുണ്ടാവും നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മളെ വീട്ടിൽ ഇതുപോലെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഈ മാസങ്ങളിൽ കഴിക്കാൻ ശ്രമിക്കുക കേട്ടോ. നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ്. അപ്പം അമ്മ എനിക്ക് ഇതുപോലെയുള്ള എല്ലാ സാധനങ്ങളും ഈ സമയങ്ങളിൽ ഉണ്ടാക്കി തരാറുണ്ട്. അപ്പോൾ ഇതുപോലുള്ള കഞ്ഞികൾ നിങ്ങളും ഈ സമയത്ത് കഴിക്കുക. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റില്ല. തലേ ദിവസം തന്നെ ഇതിൻ്റെ ധാന്യങ്ങളൊക്കെ കുതിർത്തി വെച്ചതിന് ശേഷം വേണം പിറ്റേന്ന് രാവിലെ കുതിർന്നതിന് ശേഷം നമുക്കിത് കഞ്ഞിയാക്കി എടുക്കാനുള്ളതാണ്. അപ്പോൾ അങ്ങനെ അമ്മ തലേ ദിവസം കുതിർത്തി വെച്ച് ഇന്ന് രാവിലെ എനിക്ക് ഇതേപോലെ കഞ്ഞിയാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഇന്നത്തെ ഒരു വീഡിയോ. ഇതുപോലെ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ.